Edusoft Malayalamത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ജാവ പ്രോഗ്രാം എങ്ങനെ MS ആക്സസ് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ പ്രോഗ്രാമിലെ ക്ലാസിന്റെ പേര് DBInsert എന്നാണ്. ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുക. പ്രോഗ്രാമിലെ ഡാറ്റാബേസിലേക്ക് രണ്ട് ഫീൽഡുകൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ പ്രോഗ്രാം നോക്കാവുന്നതാണ്. ഇവിടെ ഡാറ്റാ സോഴ്സിന്റെ പേരാണ് EdusoftDS. EdusoftDS എന്നാണ് ഡാറ്റാ സോഴ്സിന്റെ പേര്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ആദ്യം സേവ് ചെയ്യാൻ പോവുകയാണ്. സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ക്ലാസിന്റെ പേര് DBInsert എന്നാണ്. ക്ലാസിന്റെ പേര് DBInsert.java എന്ന് വേണം നമ്മൾ പ്രോഗ്രാം സേവ് ചെയ്യുവാൻ. പ്രോഗ്രാം സേവ് ചെയ്യുകയാണ്. ഇവിടെ ഡി ഡ്രൈവിൽ Edusoft എന്നുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിലേക്കാണ് നമ്മുടെ പ്രോഗ്രാം നമ്മൾ സേവ് ചെയ്യുന്നത്. DBInsert.java പ്രോഗ്രാം നമ്മൾ ഡി ഡ്രൈവിൽ Edusoft എന്നുള്ളൊരു ഫോൾഡറിൽ സേവ് ചെയ്യുകയാണ്. DBInsert.java നമ്മൾ സേവ് ചെയ്തു. പ്രോഗ്രാം ഇപ്പോൾ സേവ് ആയി. DBInsert.java എന്ന നമ്മുടെ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ ഇനി നമുക്ക് പ്രോഗ്രാം നമ്മൾ സേവ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് MS ആക്സസ് ഓപ്പൺ ചെയ്ത് അവിടെ നമ്മൾ ഡാറ്റാബേസിന്റെ ഉള്ളിൽ ടേബിളും ക്രിയേറ്റ് ചെയ്യണം. ആ കാര്യമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മൾ MS ആക്സസ് ഓപ്പൺ ചെയ്ത് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. MS ആക്സസ് ഓഫീസ് ഓപ്പൺ ചെയ്യുകയാണ്. 2007 വേർഷനാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ബ്ലാങ്ക് ഡാറ്റാബേസ്, ഇവിടെ നമുക്ക് ഡാറ്റാബേസിന്റെ പേര് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഏത് ഡ്രൈവിൽ ഏത് ഫോൾഡറിലെ ഡാറ്റാബേസ് സേവ് ചെയ്യണമെന്ന് ഇവിടെ തീരുമാനിക്കാം. അപ്പോൾ ഇവിടെ ഈ ക്രിയേറ്റിന്റെ ഇവിടെ ഒരു ഡാറ്റാബേസ് ക്യൂ എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം DB1 എന്നുള്ള പേര് ഡാറ്റാബേസിന് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഈ ക്രിയേറ്റ് ടേബിൾ ആണ് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു ഡാറ്റാബേസ് ക്രിയേഷന്റെ ഒരു സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ സിമ്പിൾ അത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റാബേസ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കമ്പ്യൂട്ടറിൽ ഡി ഡ്രൈവിൽ Edusoft എന്നൊരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിൽ തന്നെ ഞാൻ ഈ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. DB1 എന്നാണ് ഡാറ്റാബേസിന്റെ പേര് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഡാറ്റാബേസ് Edusoft ഫോൾഡറിലേക്ക് സേവ് ചെയ്യുകയാണ്. ഡാറ്റാബേസ് ക്രിയേറ്റ് ആയി. നമുക്ക് ഇവിടെ ഒരു ഡീഫോൾട്ട് ആയിട്ട് ടേബിൾ 1 എന്ന് പറഞ്ഞൊരു ടേബിൾ കാണിക്കുന്നുണ്ട്. നമുക്ക് അത് ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ടേബിളിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ആ ടേബിളിന് DB എന്നുള്ള പേര് കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. tblDB എന്നാണ് ടേബിളിന്റെ പേര്. അപ്പൊ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് രണ്ട് ആട്രിബ്യൂട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളിവിടെ കൊടുക്കുന്ന രണ്ട് വാല്യൂസ് വരുന്നത് ഒന്ന് ഐഡിയും രണ്ട് യൂസർ നെയിമുമാണ്. ID യൂസർ നെയിം രണ്ട് ആട്രിബ്യൂട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിൾ ഡിസൈൻ ചെയ്യാൻ. ഓട്ടോ നമ്പർ ആണ് ഇവിടെ കിടക്കുന്നത്. ഞാനത് ഓട്ടോ നമ്പർ മാറ്റി നമ്പർ ഫോർമാറ്റിലാക്കുകയാണ്. ഇവിടെ നിന്ന് യൂസർ നെയിമാണ് രണ്ടാമത്തെ ഫീൽഡിൽ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആക്സസിലെ രണ്ടാമത്തെ ഫീൽഡ് യൂസർ നെയിം എന്ന് കൊടുക്കുകയാണ്. കൊടുത്തു. ഇത് ടെക്സ്റ്റ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആ ടേബിൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്തു. രണ്ട് ആട്രിബ്യൂട്ട്സ് വാല്യൂസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ചെയ്യാനുള്ളത് ഡാറ്റാ സോഴ്സ് ആഡ് ചെയ്യണം. അതിനെ പറ്റിയിട്ട് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നു. കൺട്രോൾ പാനലിൽ അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ് ആണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ് ഉള്ളത് സിസ്റ്റം ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഹെഡിലാണുള്ളത്. സിസ്റ്റം ആൻഡ് സെക്യൂരിറ്റി ഓപ്പൺ ചെയ്തു. ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഡാറ്റാ സോഴ്സസ് ODBC ഓപ്പൺ ചെയ്യുകയാണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആഡ് അത് ക്ലിക്ക് ചെയ്തു. അവിടെ മൈക്രോസോഫ്റ്റ് ആക്സസ് ഡ്രൈവർ MDB,ACCDB സെലക്ട് ചെയ്യുകയാണ്. ഫിനിഷ് കൊടുത്തു. ഇവിടെ നമുക്ക് ഇനി ഡാറ്റാ സോഴ്സിന്റെ പേര് കൊടുക്കണം. ഡാറ്റാ സോഴ്സ് നെയിം
നമ്മൾ നേരത്തെ പ്രോഗ്രാമിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഡേറ്റാ സോഴ്സിന്റെ പേര് EdusoftDS എന്നാണ് ഈ പ്രോഗ്രാമിന്റെ ഡേറ്റാ സോഴ്സിന്റെ പേര്. ആ പേര് തന്നെ വേണം, ആ EdusoftDS എന്ന പേര് തന്നെ ഞാനിവിടെ കൊടുക്കുകയാണ്. പ്രോഗ്രാമിൽ ഉപയോഗിച്ച ഡേറ്റാ സോഴ്സിന്റെ പേര് എന്താണോ അതേ പേര് തന്നെ വേണം ഇവിടെ ഡേറ്റാ സോഴ്സിന്റെ സ്ഥാനത്ത് കൊടുക്കാൻ. ഇപ്പോൾ സെലക്ട് ചെയ്യണം, ഡേറ്റാബേസ് സെലക്ട് ചെയ്യണം. ഡേറ്റാബേസ് സെലക്ട് ചെയ്യണം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ഡേറ്റാബേസ് നമുക്ക് സെലക്ട് ചെയ്യണം. ആ ഡേറ്റാബേസ് ഉള്ളത് ഡി ഡ്രൈവറിലാണ്. ഡേറ്റാബേസ് ഡി ഡ്രൈവറിൽ എഡ്യൂസോഫ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മുടെ ഡേറ്റാബേസ് സേവ് ചെയ്തിട്ടുള്ളത്. DB1 എന്ന് പറയുന്ന ഡേറ്റാബേസ് അത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. DB1 ഞാൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. നേരത്തെ ഇതേ ഫീൽഡ് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്തരം രീതിയിൽ കാണിക്കുന്നതുകൊണ്ട് ഞാനിത് റീപ്ലേസ് കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ അത് കാണിക്കുന്നതല്ല. നേരത്തെ ഈ പേരിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് ഇത് റീപ്ലേസ് ചെയ്യാൻ കൊടുക്കുകയാണ്. യെസ്, ഓക്കെ. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ MS ആക്സസ് ഡേറ്റാബേസ് ചിലപ്പോൾ ഓപ്പൺ ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യം ചിലപ്പോൾ അപ്ഡേറ്റ് ആകാതെ വരാം. ഇങ്ങനെ വരുവാണെങ്കിൽ ഡേറ്റാബേസ് MS ആക്സസ് ക്ലോസ് ചെയ്തതിനു ശേഷം ഈ കാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ MS ആക്സസ് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ചെയ്തു. ജാവ പ്രോഗ്രാം ചെയ്തു, ഡേറ്റാബേസ് ഡിസൈൻ ചെയ്തു, ഡേറ്റാ സോഴ്സ് കൺട്രോൾ പാനലിലെ അഡ്മിനിസ്ട്രേറ്റീവ് റൂൾസ് എടുത്ത് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് പ്രോഗ്രാം കമ്പൈൽ ചെയ്യുകയാണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. പ്രോഗ്രാം നമ്മൾ കമ്പൈൽ ചെയ്യണം. പ്രോഗ്രാം കമ്പൈൽ ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തു. കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നു. ജാവയുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പ്രോഗ്രാം കമ്പൈൽ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ പ്രോഗ്രാം ഉള്ളത് ഡി ഡ്രൈവിലാണ്. ഡി ഡ്രൈവില് എഡ്യൂസോഫ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മുടെ പ്രോഗ്രാം ഉള്ളത്. അവിടെ നമ്മൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്യാൻ പോവുകയാണ്. കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രോഗ്രാമിന്റെ പേര് തന്നെ ഇവിടെ കൊടുക്കേണ്ടതാണ്. ജാവാസി സ്പേസ് പ്രോഗ്രാമിന്റെ പേര് നമ്മൾ കൊടുക്കണം. നമ്മുടെ ചെയ്ത പ്രോഗ്രാമിന്റെ പേര് DBInsert എന്നായിരുന്നു പ്രോഗ്രാമിന്റെ പേര്. DBInsert എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. അതേ പേര് തന്നെ വേണം കമ്പൈൽ ചെയ്യേണ്ട സമയത്ത് കൊടുക്കുക. പ്രോഗ്രാമിന്റെ പേര് നമ്മൾ കമ്പൈൽ ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്യുകയാണ്. എന്റർ കീ പ്രസ് ചെയ്തു. പ്രോഗ്രാം നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ജാവ സ്പേസ് പ്രോഗ്രാമിന്റെ പേര് കൊടുത്ത് എന്റർ കീ പ്രസ് ചെയ്താൽ മതിയാവും. അവിടെ ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ കൊടുത്ത ടേബിളിന്റെ പേരിലൊരു തെറ്റുണ്ട്. നമ്മൾ കൊടുത്ത ടേബിളിന്റെ പേര് നമ്മുടെ MS ആക്സസ് ക്രിയേറ്റ് ചെയ്ത ടേബിളിന്റെ പേര് ആ പേര് തന്നെ വേണം കൊടുക്കുവാനായിട്ട്. MS ആക്സസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിള് നോക്കുകയാണെങ്കിൽ അതിന്റെ പേര് DB1 എന്ന് പറയുന്ന ഡേറ്റാബേസ് റൂളിലാണ് ടേബിള്. ആ ടേബിള് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ആ ടേബിളിന്റെ പേര് tblDB എന്നാണ്. അതേ പേരിൽ തന്നെ വേണം പ്രോഗ്രാമിന് കൊടുക്കുക. അതാണ് ഇപ്പോൾ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാതെ വന്നത്. tblDB എന്നുള്ള പേര് ആയിട്ട് ആ ടേബിളിന്റെ പേര് തന്നെ വേണം കൊടുക്കുക. ഇവിടെ നമ്മൾ tblDB എന്നുള്ള പേര് ഈ പേര് തന്നെ വേണം ഇവിടെ കൊടുക്കാൻ. ഇവിടെ ടേബിളിന്റെ പേര് വേറെ പേരില്ലാതെ ടേബിൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ എറർ വന്നത്. ഇന്റർപ്രറ്റ് ചെയ്ത സമയത്ത് റിസൾട്ട് കിട്ടാതെ വരാനുള്ള കാരണം അതാണ്. tblDB എന്നാണ് പേര്. നമ്മൾ വീണ്ടും പ്രോഗ്രാം ഒന്നുപോലെ സേവ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നു. ആദ്യം ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 3 റോസ് ഇൻസേർട്ട് ആയി. 1 Irene, 2 Anila, 3 Albin. 3 റെക്കോർഡ്സ് ഇൻസേർട്ട് ആയി. ഐഡിയും യൂസർ നെയിമും ആയിട്ടും 3 വാല്യൂസ് ഇപ്പം ഇൻസേർട്ട് ആയിട്ടുണ്ട്.
നമ്മൾ ടേബിൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടേബിൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ആക്സസ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഡേറ്റാബേസ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ടേബിൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ടേബിൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ 3 റെക്കോർഡ്സ് ടേബിളിലേക്ക് ഇൻസേർട്ട് ആയിട്ടുള്ളത് കാണാം. ഏതെങ്കിലും കാരണവശാൽ ഇൻസേർട്ട് ആയിട്ട് കാണിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇവിടെ ഓൾറെഡി ഇൻസേർട്ടഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ ഡേറ്റാബേസ് ഓപ്പൺ ആയിട്ട് നമ്മുടെ MS ആക്സസ് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് നമ്മൾ ഇത് ചെയ്തതെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് തന്നെ ടേബിളിൽ ഇൻസേർട്ട് ആയിട്ട് ചിലപ്പോൾ വരണമെന്നില്ല. അങ്ങനെ വന്നാൽ MS ആക്സസ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുക, എന്ന് റീഫ്രഷ് കൊടുത്താൽ മതിയാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുകയാണ്. ജാവയെ സംബന്ധിക്കുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. നമ്മുടെ പ്രോഗ്രാം ഇതേപോലെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.